ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും വന്നിട്ട് ഈ സിനിമയെ പറ്റിയിട്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ തള്ളി മറിച്ചിട്ട് ഇത് ഈ സിനിമയ്ക്ക് ഒരു ഓവർ ഹൈപ്പ് കൊടുത്ത് അവസാനം സിനിമ റിലീസാകുമ്പോൾ ഇത് ഈ സിനിമയ്ക്ക് തന്നെ പാരയാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. മലയാളത്തിൽ അത് ഒരുപാടുണ്ട്. എടുത്തു പറയേണ്ടത്, ഒരു ഡയറക്ടർ വന്നിട്ട് സിനിമ റിലീസാകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നെഞ്ചു പിരിച്ചിറങ്ങി വരും എന്നൊക്കെ പറഞ്ഞു സിനിമ റിലീസായപ്പോൾ സിനിമ എയർലായി ഡയറക്ടർ എയറായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഫാൻറ്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് നട്ടാഷ ലിയോണി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പറയുന്നത്, ഈ പുള്ളിക്കാരിക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല, എന്തോ ഒരു ചെറിയ റോളെന്തോ ഉള്ള ഒരു സിനിമയിൽ. അപ്പം ഇവർ വന്നിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സിനിമ ഇൻട്രസ്റ്റെല്ലാർ ലെവൽ സ്റ്റഫാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, മാർവൽ സിനിമയാണ്. മാർവൽ സിനിമയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ എക്സ്ട്രീം സാധനമുണ്ട്. അതെടുത്ത് വെച്ചാൽ പോലും ഇൻട്രസ്റ്റെല്ലാറിൻ്റെ 7 അയലത്ത് വരില്ല എന്നുള്ളത് നമുക്കും അറിയാം, അവർക്കും അറിയാം. ആ ഒരു സമയത്താണ് ഇവർ വന്നിട്ട് ഈ സിനിമയെ പറ്റിയിട്ട് ഇമ്മാതിരി ഒരു തള്ളു തള്ളുന്നത്. ഇപ്പോഴേ ഈ സിനിമയെ പറ്റിയിട്ട് ആളുകൾ ഓരോ കുറ്റം പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടി ഇവർ ഈ വന്നിട്ട് ഇതും കൂടെ പറഞ്ഞപ്പോൾ ഇനി സിനിമ റിലീസായിട്ട് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വെച്ച് സിനിമയെ കുറ്റം പറയും. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് ഇവർക്ക് മിണ്ടായിരുന്നാൽ പോരെ. അല്ലെങ്കിൽ തന്നെ സിനിമ റിലീസാകുന്നതിന് മുമ്പ് സിനിമ ആരെയാണ് മാഴയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സിനിമ ഇറങ്ങുമ്പോൾ പൊട്ടും. വലിയ പ്രതീക്ഷയുള്ള, ഈ വർഷം ഇറങ്ങുന്നതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മാർവൽ സിനിമകളിലൊന്നാണ് ഫാൻറ്റാസ്റ്റിക് ഫോർ. വെറുതെ എന്തിനാണ് എനിക്കിങ്ങനെ ഓവർ ഹൈപ്പ് കൊടുക്കുന്നതല്ലേ.